പെട്ടെന്ന് ഞാൻ സന്തോഷിക്കുന്നതിന് പകരം അച്ഛനെ പറ്റി ഓർത്തു. അച്ഛനത് കാണാൻ പറ്റിയില്ലല്ലോ ഒന്ന്. നിങ്ങൾക്ക് ആർക്കും എന്തോ ഒരു കൂസലില്ലാത്തതെന്ന്. അപ്പോൾ ദിവ്യയുടെ ഡയലോഗാണ്, കൂസലൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളത് കാണിക്കാത്തതാണ്. എൻ്റെ മുഖത്ത് ചിരിയില്ല, പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ വെയിറ്റിംഗ് ആയിരുന്നു. എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലാണ്ട് പോയി. നമസ്കാരം. ആദ്യമേ ക്ഷമ ചോദിക്കുന്നു, പെട്ടെന്ന് അച്ഛനെ ഓർത്തുപോയി, അതുകൊണ്ടാണ്. ഇന്ന് രാവിലെ അമ്മ രാവിലെ എണീറ്റ് വന്നപ്പം എന്നോട് പറഞ്ഞു, എടാ 21 വർഷത്തെ എൻ്റെ പ്രാർത്ഥനയാണ് ഈ ഒരു ദിവസം കാണാൻ വേണ്ടി. അപ്പം പെട്ടെന്ന് ഞാൻ സന്തോഷിക്കുന്നതിന് പകരം അച്ഛനെ പറ്റി ഓർത്തു. അച്ഛനത് കാണാൻ പറ്റിയില്ലല്ലോ ഒന്ന്. എനിവേസ്, നമ്മളെല്ലാവരും എന്നും ജീവിച്ചിരിക്കില്ലല്ലോ. സോ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ എല്ലായിടത്തും എല്ലാവരും ഇപ്പോൾ വിനയ് പറഞ്ഞ പോലെ എവിടെയും നല്ല റെസ്പോൺസസ്, സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ പുറത്തിറങ്ങിയാൽ ആൾക്കാർ നമ്മളോട് പറയുന്നതൊക്കെ ഇങ്ങനെ ഒരു സിനിമ വല്ലപ്പോഴുമൊക്കെ എല്ലാവരുടെയും കരിയറിൽ സംഭവിക്കുന്നതാണ്. അത് അറ്റ് ലാസ്റ്റ് എൻ്റെയും തോമസ് ഏട്ടൻ്റെയും കൃഷ്ണദാസിൻ്റെയും ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചെന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. ഭരതനാട്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഭരതനാട്യം റിലീസായ സമയത്തുള്ള എൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാരും ഒക്കെ എൻ്റെ ഇൻ്റർവ്യൂസ് ആ സമയത്ത് കണ്ടു കാണും. ആ സമയത്ത് എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. 2 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ 2ാം ഭാഗം വരുമ്പോഴത്തേക്കും ഉള്ള എൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്. അത് ഒരു വലിയ ഓഡിയൻസിൻ്റെയും ദൈവത്തിൻ്റെയും കരുണയാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നു. നമ്മുടെ സിനിമയിൽ കാണിച്ച പോലെ ഇതിൻ്റെയൊക്കെ പ്രചോദനം ഉറപ്പായിട്ടും മിഥുൻ വേനൽ തോമസ് തന്നെയാണ്. ആദ്യത്തെ പടം പ്രശ്നമായിട്ടും അതിൻ്റെ 2ാം ഭാഗമായിട്ട് വരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ 2ാം ഭാഗം വന്നപ്പം ആൾക്കാർ, ഓഡിയൻസ് നമുക്ക് തന്ന ഫീഡ്ബാക്കാണ് ഒരു 10 മടങ്ങ് മേളിലാണ് ഫസ്റ്റ് പാർട്ടിനേക്കാളും. അതാണ് ഇത് വിജയിക്കാൻ കാരണം. ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയായിരുന്നു ഇത് 10 മടങ്ങ് മേളിലാണ്, പക്ഷെ അത് ഓഡിയൻസിനും കൂടെ ഫീൽ ചെയ്താലേ ഒരു സിനിമ സക്സസ്ഫുൾ ആവുകയുള്ളൂ. അത് സംഭവിച്ചിരിക്കുന്നു. എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഡിസ്കവറിയാണ്, കണ്ടെത്തലാണ് കൃഷ്ണദാസ് മുരളി. ഞാനിത് ഈ പടം റിലീസാകുന്നതിൻ്റെ മുമ്പേ ഈ അഭിമാനം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഞങ്ങളുടെ ഈ സിനിമയിൽ എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ആ സമയത്തുള്ള പ്രൊമോ ഇൻ്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ധൈര്യത്തോടെ എനിക്ക് കോൺഫിഡൻസ് സിനിമ റിലീസാകുന്നതിന് മുമ്പ് കാണിക്കാൻ പറ്റിയത്. അത് മോഹിനിയാട്ടത്തിലാണ്. കാരണം എനിക്കറിയായിരുന്നു ഈ സിനിമ എന്നുവെച്ചാൽ ഞാൻ 4-5 പ്രാവശ്യം റിലീസാകുന്നതിന് മുമ്പ് ഈ സിനിമ കണ്ടായിരുന്നു. ഞാൻ ഒരു കഥ സെലക്ട് ചെയ്യണ സമയത്ത് ഒരു സാധാരണ ഓഡിയൻസിനെ പോലെ, അതായത് സിനിമയൊക്കെ എൻ്റെ തലേന്ന് ഞാൻ മാറ്റി ഞാനൊരു സാധാരണ ആൾ കേൾക്കുന്ന പോലെയാണ് ഞാൻ കഥകൾ കേൾക്കുന്നത്. ആ കേട്ടയിൽ അത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടം സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭരതനാട്യം സെലക്ട് ചെയ്തത്. അതൊരു സിനിമയായി വന്ന് ഇത് 4 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് ബോറടിക്കാണ്ട് വന്നപ്പം
എനിക്ക് തന്നെ മനസ്സിലായി ഈ പടം ഏക്കുമെന്നുള്ളത്. അന്ന് അതുകൊണ്ടാണ് ഞാൻ ആ കോൺഫിഡൻസിൽ അത്രയും പറഞ്ഞത്. നാച്ചുറലി നമ്മൾ ഇപ്പം ഒരു സോഷ്യൽ മീഡിയയുടെ ത്രൂവോ അല്ലെങ്കിൽ നേരിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നി ആ കോൺഫിഡൻസ് ഞാൻ ഇപ്രാവശ്യമെങ്കിലും കാണിക്കണം, അല്ലെങ്കിൽ ഓഡിയൻസിന് വീണ്ടും ചിലപ്പോൾ സംശയം വരും. പക്ഷേ ആ കോൺഫിഡൻസ് ഓഡിയൻസിലേക്കും എത്തി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മീഡിയയ്ക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. പിന്നെ എന്നെ വിശ്വസിച്ച് എന്നെ പാർട്ട്ണറാക്കിയ തോമസ് തിരുവല്ല, അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. കൃഷ്ണദാസിനെ പോലെ ഡെബ്യൂട്ടൻ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്നെ വച്ച് അവരുടെ കരിയർ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവരുടെ ജീവിതം കരിയർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഒരു മെയിൻ ഭാഗമാണ്. അത് എന്നെ ഹീറോ ആക്കി പടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കൃഷ്ണദാസ് ഉൾപ്പെടെ എന്നെ വച്ച് പടം ചെയ്ത ഡെബ്യൂട്ടൻ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുവാണ്. കാരണം അത് അത്രയും വലിയ റിസ്ക്കാണ് എന്നെ പോലത്തെ ഒരാളെ വെച്ച് അവരുടെ കരിയർ തുടങ്ങുക എന്നുള്ളത്. സോ ഐ റെസ്പെക്ട് ദം ഫോർ ദാറ്റ്. ഞാൻ എപ്പോഴും മുൻഗണന കൊടുത്തിരിക്കുന്നത് അവർക്കാണ്. എനിക്കൊരു സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആ സംവിധായകനും ആ റൈറ്റർക്കും ആ പ്രൊഡ്യൂസർക്കും ഞാൻ ഏറ്റവും ആദ്യം ഡേറ്റ്സ് കൊടുക്കും. ആ ഡേറ്റ്സ് ഞാൻ തെറ്റിക്കില്ല. എനിക്കും പുറത്തുനിന്നൊക്കെ ഓഫേഴ്സ്, ഐ മീൻ അതർ ലാംഗ്വേജസ് നിന്നൊക്കെ ഓഫേഴ്സ്, നല്ല വലിയ പടങ്ങളിൽ എനിക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ. പക്ഷേ അവിടെ ഞാൻ ഡേറ്റ് കൊടുത്താൽ ഒരു ഡെബ്യൂട്ടൻ ഡയറക്ടറും ആ ഡയറക്ടറിൻ്റെ ഫാമിലിയും ഭാര്യയും അമ്മയും മക്കളും അച്ഛനും ഫ്രണ്ട്സും ഒക്കെ ആ പ്രൊജക്റ്റ് നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ അവിടെ ആ സമയത്ത് തെലുങ്ക് പടമൊന്നും പറഞ്ഞുകൊണ്ട് പോയാൽ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കാണുന്നില്ല, ഓഫേഴ്സ് ഒന്നും വരുന്നില്ല എന്ന്. വരാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്ത് ഇത് ആദ്യം പാലിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം എൻ്റെ അമ്മയച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും ഒരു പ്രൊജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു ഡെബ്യൂട്ടൻ്റ് വരുന്ന സമയത്ത് അവിടെ എനിക്ക് പറയാൻ വളരെ ഈസിയാണ്, അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് അടുത്ത മാസം വേണ്ട, നമുക്കൊരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന്. പക്ഷേ ദാസൻ തന്നെ, കൃഷ്ണദാസ് തന്നെ, തോമസ് ചേട്ടനെ ഞാൻ ദുബായ് വെച്ച് കണ്ട് തോമസ് ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു വല്ല നല്ല കഥകളും കേട്ടോ. ഞാൻ 2 കഥകൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ദാസൻ പറഞ്ഞ ഭരതനാട്യത്തിൻ്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, അത് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൃഷ്ണദാസിൻ്റെ പറഞ്ഞു. അപ്പോൾ കൃഷ്ണദാസ് എന്നോട് ഒരു 3-4 മാസം മുമ്പാണ് ആദ്യമായിട്ട് എന്നോട് ഈ കഥ പറയുന്നത്. ഞാൻ പറഞ്ഞത് അത് ഭയങ്കര ലക്കിയാണ്, ഇത്രയും പെട്ടെന്ന് പ്രൊജക്റ്റ് ആയില്ലേ, ഒരു പ്രൊഡ്യൂസറെ കിട്ടിയില്ലേ. അപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞു ചേട്ടാ അത് ശരിയാണ്, പക്ഷേ 3 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കറിയാം. വെൽ എക്സ്പ്ലെയിൻഡ്. എന്നുവെച്ചാൽ ആ 3 വർഷം നമ്മൾ കാണുന്നില്ല, ഞാൻ ആ 4 മാസം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ദാസിന് ഡേറ്റ് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചിട്ട് വരാം, എനിക്ക് വേണമെങ്കിൽ കൺവിൻസ് ചെയ്യാം. തെലുങ്കിൽ അഭിനയിച്ചാൽ ചിലപ്പം നമുക്ക് കുറച്ചുകൂടെ അവിടെ ഒരു റീച്ച് കിട്ടും, അപ്പോൾ നമുക്ക് നമ്മുടെ പടത്തിനും ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഏതൊരു ഡെബ്യൂട്ടൻ ഡയറക്ടറും സമ്മതിക്കും. പക്ഷേ ഞാനത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് എന്നെ അതർ ലാംഗ്വേജിലും കാണാത്തത്. ഞാൻ ഇത്തരം കാര്യം പറഞ്ഞത് നമ്മുടെ സിനിമയായിട്ട് റിലേറ്റഡ് അല്ല. പക്ഷേ ഈ പടം അല്ലെങ്കിൽ ഭരതനാട്യം ദാസൻ എന്നെ വെച്ച് ചെയ്തു. അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ ഹീറോ ആക്കിയാണ്. എന്നെക്കാളും വിശ്വാസം കൃഷ്ണദാസനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെബ്യൂട്ടൻ ഡയറക്ടേഴ്സ് എന്നെ വെച്ച് പടം ചെയ്ത ആൾക്കാർക്ക് എന്നെക്കാളും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദി. താങ്ക്സ് അലോട്ട് മീഡിയ, താങ്ക്സ് ഓഡിയൻസ്, ലവ് യു ഓൾ. ഒരുപാട് സപ്പോർട്ട് കിട്ടി. ഓഡിയൻസ് കാരണം മാത്രമാണ് ഇന്ന് ഇത്രയും സന്തോഷത്തോടെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നത്. എൻ്റെ മുഖത്ത് ചിരിയില്ല, പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ദിവ്യയുടെ ഒരു ഡയലോഗുണ്ട് മോഹിനിയാട്ടത്തിൽ. ഞാൻ ദിവ്യയോടൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ആർക്കും എന്തോ ഒരു കൂസലില്ലാത്തതെന്ന്. അപ്പോൾ ദിവ്യയുടെ ഡയലോഗാണ് കൂസലൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളത് കാണിക്കാത്തതാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഞാനിപ്പോഴും ഒരു സ്വപ്നലോകത്താണ്. ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നുണ്ടോ? ഇത്ര ആൾക്കാരൊക്കെ തിയേറ്ററിൽ കയറുന്നുണ്ടോ? ഇത്രയൊക്കെ റെസ്പോൺസസ് ഇത് ശരിക്കും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ഇതിലാണ്. അപ്പം ഞാനൊരു 2 ദിവസം കൂടി എടുക്കുമെന്ന് തോന്നുന്നു ഇതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി, റിയാലിറ്റിയിലേക്ക് വരാൻ.
അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണുമ്പം ഞാൻ ഒരുപാട് സന്തോഷവാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് തന്നെ കിട്ടും. ഇപ്പം എൻ്റെ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ അടുത്ത പ്രാവശ്യം എൻ്റെ ബോഡി ലാംഗ്വേജിലും മുഖത്തുമൊക്കെ ആ സന്തോഷം കാണും. താങ്ക് യു.